വാഴ്ത്തുപാട്ട് രചയിതാവിനെ പുറത്താക്കി. ചിത്രസേനൻ എന്ന ധനകാര്യ വകുപ്പ് മെസ്സഞ്ചർ സ്ഥാനത്ത് നിന്നാണ് പുറത്തുവിട്ടത്. ഓഫീസ് അറ്റൻഡറായി വിരമിച്ച പൂവത്തൂർ ചിത്രസേനന് പിണറായി സർക്കാർ താൽക്കാലിക പുനർനിയമനം നൽകുകയായിരുന്നു. ഇടത് സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവായിരുന്നു. പിണറായി വിജയനെ പുകഴ്ത്തി സെക്രട്ടേറിയറ്റിലാണ് കാവലാൾ എന്ന വാഴ്ത്തുപാട്ട് അവതരിപ്പിച്ചത്. പൂവത്തൂർ ചിത്രസേനായിരുന്നു ഗാനരചയിതാവ്. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പരിപാടികളിൽ 100ഓളം വനിതാ ജീവനക്കാർ ചേർന്നാണ് സ്തുതിഗീതം ആലപിച്ചിരുന്നത്. തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണം, ഉത്തരവിട്ട DGP. വിവാദ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനും കൂട്ടാളികൾക്കുമെതിരെ സമഗ്രമായ അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉത്തരവിട്ടു. ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന നൽകിയ ഔദ്യോഗിക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് DGPയുടെ അടിയന്തര നടപടി. കേരള സംസ്ഥാന സൈബർ ഓപ്പറേഷൻസ് പോലീസ് സൂപ്രണ്ട് അങ്കിത് അശോകൻ IPSനാണ് അന്വേഷണത്തിന്റെ പൂർണ്ണ ചുമതല നൽകിയിരിക്കുന്നത്. വ്ലോഗിംഗിന്റെയും യൂട്യൂബ് ലൈവ് സ്ട്രീമിംഗിന്റെയും മറവിൽ വരും തലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് സംഘം നടത്തുന്നതെന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. വൈറ്റിലയിലെ ആർമി ഫ്ളാറ്റ് സമുച്ചയം പൊളിക്കലിന് സ്റ്റേയില്ല. പൊളിക്കൽ നടപടിയുമായി ജില്ലാ ഭരണകൂടത്തിന് മുന്നോട്ടു പോകാം. ജില്ലാ കളക്ടറുടെ നടപടികൾക്ക് ഹൈക്കോടതി അംഗീകാരം നൽകി. ടെൻഡർ നടപടി ചോദ്യം ചെയ്ത് PK യൂണിക് കമ്പനിയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കുറഞ്ഞ ബിഡ് നൽകിയ തങ്ങളെ ഒഴിവാക്കിയെന്നായിരുന്നു ആരോപണം. AD ഫേസ് കമ്പനിക്ക് ടെൻഡർ നൽകിയത് തെറ്റെന്നായിരുന്നു വാദം. എന്നാൽ പ്രവൃത്തി പരിചയത്തിൽ 1ാം സ്ഥാനം AD ഫേസിനാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. മരടിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ച കമ്പനിയാണ് മുംബൈ കേന്ദ്രീകരിച്ചുള്ള AD ഫേസ് എഞ്ചിനീയറിംഗ്. ഹരിപ്പാട് തെരുവുനായ ആക്രമണത്തിൽ 5 വയസ്സുകാരന് ഗുരുതര പരിക്ക്. സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം രൂക്ഷം. ഹരിപ്പാട് കുമാരപുരം 6ാം വാർഡ് താമാക്കാൽ പുത്തൻപറമ്പിൽ അഖിൽ വിശ്വം ദിവ്യ ദമ്പതികളുടെ മകൻ അദ്ദുക്കിനാണ് പരിക്കേറ്റത്. കരുവാറ്റ MGM സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ് കുട്ടി. ഇന്ന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ ശേഷം മുറ്റത്ത് സൈക്കിൾ ചവിട്ടി കളിക്കുമ്പോഴാണ് തെരുവുനായ ആക്രമിച്ചത്. കുട്ടിയുടെ നേരെ ഓടിയെത്തിയ തെരുവുനായ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. അദ്ദുക്കിന്റെ മുഖത്തും ശരീരത്തിന്റെ നിരവധി ഇടങ്ങളിൽ നായയുടെ കടിയേറ്റിട്ടുണ്ട്. കുട്ടിയെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുവായൂരിലെ സ്വകാര്യ ലോഡ്ജിൽ പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നാർക്കോട്ടിക്സ് സെൽ ASI ആലപ്പുഴ സ്വദേശി ശാന്തകുമാറാണ് മരിച്ചത്. മാരാരിക്കുളം പൊള്ളയത്തെ സ്വദേശിയാണ്. ഗുരുവായൂർ കിഴക്കേ നടയിലെ ഒരു സ്വകാര്യ ലോഡ്ജ് മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നേരത്തെ ശാന്തകുമാറിനെ കാണാതായെന്ന് പരാതി ലഭിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് മുതൽ ശാന്തകുമാറിനെ കാണാതായതായി കുടുംബാംഗങ്ങൾ പരാതി നൽകിയതിനെ തുടർന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് ഇന്ന് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. വൈകിട്ട് 4 മണിയോടെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. യൂണിഫോം മുറിയിൽ തൂക്കിയിട്ടിരുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ശാന്തകുമാറിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. മൃതദേഹം ആലപ്പുഴയിൽ എത്തിക്കും.